ഒരു പുല്ലുപോലും വളരാതിരുന്ന ചെങ്കൽപ്പാറ പ്രദേശത്തെ ഒരാളുടെ ശ്രമം കൊണ്ട് ഹരിതാപമാകുന്നത് ചെറിയ കാര്യമാണോ? അല്ലെന്ന് പരിസ്ഥിതി സ്നേഹികളും ആ പ്രദേശം ഉൾപ്പെട്ട കേരളവും ഭാരതവും എന്തിന് ലോകം പോലും സമ്മതിച്ചിരിക്കുന്നു. ഈ തപസ്യയുടെ ശക്തിയായ കാസർഗോഡ് പരപ്പ പുലിയൻകുളത്തെ പി അബ്ദുൽ കരീം എന്ന ഫോറസ്റ്റ് കരീമിനെ ലോകമാസകരും പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും പുരസ്കാരങ്ങളും അനുമോദനങ്ങളും നൽകി ആദരിക്കുന്നു. മാത്രമല്ല, നാട്ടിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഒട്ടേറെ പ്രകൃതി സ്നേഹികൾ കരീമിൻ്റെ കൃത്രിമ വനം കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. വനം കാണാൻ എത്തുന്നവർക്ക് കാട്ടിനുള്ളിൽ തന്നെ താമസ സൗകര്യവും കരീം ഒരുക്കിയിട്ടുണ്ട്. 40 വർഷം മുമ്പ് മുംബൈയിലെത്തിയ ഇദ്ദേഹം തൊഴിൽ തേടിയാണ് ഗൾഫിലേക്ക് പോയത്. മരുഭൂമിയായിരുന്ന ഗൾഫ് മേഖല പച്ച പിടിക്കുന്നത് നേരിൽ കണ്ടു. അങ്ങനെ സ്വന്തം നാട്ടിൽ മരുഭൂമിയേക്കാൾ വരണ്ടു കിടക്കുന്ന പരപ്പ പുലിയൻകുളത്ത് 5 ഏക്കർ ചെങ്കൽപ്പാറ സ്ഥലം വിലക്കെടുത്തു. പിന്നീട് അതിനോട് ചേർന്ന 27 ഏക്കർ സ്ഥലം കൂടി വാങ്ങി. 4-ാം വയസ്സ് മുതൽ എൻ്റെ 70 കൊല്ലത്തെ അനുഭവങ്ങൾ, ഇപ്പോൾ എനിക്ക് 76 വയസ്സ്, 77ാമത്തെ വയസ്സ് ഈ മാർച്ച് വന്നാലായി. ഈ അനുഭവങ്ങളുള്ള ആരും ഉണ്ടാവില്ല. ഞാൻ ദുബായിൽ തന്നെ പോയത് എപ്പോഴെന്നറിയോ? ദുബായ് ആകുന്നതിന് മുമ്പ് അതിൻ്റെ പേരെന്തെന്നറിയോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലേ, UAE. ഓൾ ക്രൂഷ്യൽ സ്റ്റേറ്റാണ്. ഷെയ്ഖ് സായിദാന്ന് പ്രചോദനം. അങ്ങനെ 70 പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. ഞാൻ 67 ബോംബെയിൽ ഡോക്യാർഡിൽ പഠിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്രന്റീസ്ഷിപ്പിന്. പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് പോയതാണ്. അത് വന്നിട്ടാണ് ഞാൻ അമ്പലത്തറ നിന്നത്, പർക്ലായിൻ്റെ അവിടെ 68. അങ്ങനെ 67 ഗൾഫിലേക്ക് ദുബായിലേക്ക് ആളെ ലാഞ്ചിക്കാർ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഞാനും എൻ്റെ അപ്പോൾ അന്ന് ബോംബെയാണ് എല്ലാവർക്കും ആശ്രയം, ഹോട്ടലിലെ ജോലി, വേറൊന്നും ജോലിയില്ല. അപ്പോൾ ഒന്നുമില്ല 67. ഞാൻ പോയത് തന്നെ എൻ്റെ പാസ്പോർട്ടിലുള്ളത് ഓൾ ക്രൂഷ്യൽ സ്റ്റേറ്റാണ്. ആദ്യത്തെ 70-ലെടുത്ത പാസ്പോർട്ട്. ഞാൻ 70 ഞാൻ പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. അന്ന് വിസയും വേണ്ട ദുബൈയിലേക്ക് പോകാൻ, ഷിപ്പിന് പോവാം. പിന്നെയാണ് ഞാൻ 72-73 ഈ ഏജൻസി എടുത്ത് പിന്നെ LICൻ്റെ ഏജൻസി എടുത്തു, പിന്നെ ടിക്കറ്റ് വിമാന കമ്പനിയുടെ ടിക്കറ്റിൻ്റെ ഏജൻസി എടുത്തു, ഷിപ്പിൻ്റെ ഏജൻസി എടുത്തു. ദുംറ ദ്വാരക എല്ലാം ആദ്യം കപ്പലുണ്ടായിന്. ദുംറ ദ്വാരക 460 റുപ്യ. ഞാൻ ടിക്കറ്റ് നീലീശ്വരൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിന്, തിരുവനന്തപുരം ഓഫീസാക്കിന്, സ്റ്റാച്യൂവിൽ, പിന്നെ മദ്രാസിൽ ഓഫീസാക്കി, ദുബായിൽ ഓഫീസാക്കി, ബോംബെയിൽ ഓഫീസാക്കി. ഇങ്ങനെ കറങ്ങലാണ് പ്ലെയിനിൽ. ഒരാഴ്ചക്കുള്ളിൽ ഈ 5 ഓഫീസും മെയിൻറ്റെയിൻ ചെയ്യണം. അന്ന് ഫാക്സ് ഇല്ല, കമ്പ്യൂട്ടറില്ല, ഈവൻ ഫോൺ വരെ ഇല്ല. ഫോണെല്ലാം അന്ന് ദുബായിലേക്ക് വിളിച്ചാൽ 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും, നമുക്ക് സമയം തരും. അപ്പം യാത്ര ചെയ്തിട്ട് തന്നെ പ്ലെയിനിൽ, എല്ലാ പ്ലെയിൻ്റെ ഏജൻ്റാണ്. അപ്പം പിന്നെ എനിക്ക് പോകാമല്ലോ പ്ലെയിനിൽ. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് വലിയ വലിയ ഹോട്ടലിൽ, സെൻറ്ററിലല്ല താമസം. ഇങ്ങനെയല്ല 10 കൊല്ലം തിരുവനന്തപുരം സ്റ്റാച്യൂവിലായിരുന്നു എൻ്റെ ഓഫീസ്. അങ്ങനെ 10 കൊല്ലം മടുത്തിട്ടാണ് സ്വസ്ഥമായിട്ടൊരു കാവ് പോലെ ആക്കി ഒരു സ്ഥലം വാങ്ങിയിട്ട് അതിൽ ചെറിയൊരു വീടാക്കണമെന്നിട്ട് 77 ആ റോഡിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പുറം കണ്ടില്ലേ 5 ഏക്കർ എത്രയ്ക്ക് എടുത്തെന്നറിയോ? 3750 റുപ്യക്ക് 5 ഏക്കർക്ക്. ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥലം വിലക്ക് വാങ്ങുന്ന കരീമിനെ നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതിനിടയിൽ നാട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെ കാട്ടുമരങ്ങളുടെ തൈകൾ കൊണ്ടുവന്നു. വളരെ പ്രയാസപ്പെട്ട് ചെങ്കൽപ്പാറയിൽ കുഴിയെടുത്ത് അതിൽ വച്ചുപിടിപ്പിച്ചു. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ബൈക്കിൽ വെള്ളമെത്തിച്ചാണ് അതിൻ്റെ പരിപാലനം. അതോടൊപ്പം മഴക്കാലങ്ങളിൽ കൂടുതൽ കാട്ടുമരങ്ങൾ വച്ചുപിടിപ്പിച്ചു. മരുഭൂമിയിൽ എങ്ങനെ വെള്ളം കണ്ടെത്താനാവുമെന്ന ചിന്തയായിരുന്നു പിന്നീട്. പല വിദഗ്ധരെയും കണ്ട് അഭിപ്രായം ആരാഞ്ഞു. ഇതിനിടയിൽ ആദ്യം നട്ട തൈകൾ വളരാൻ തുടങ്ങി. അവ മരങ്ങളായതോടെ 30 ഏക്കറിൽ പല ഭാഗങ്ങളിലും കുളങ്ങളും കിണറുകളും ഉണ്ടാക്കി. മരങ്ങൾ പിന്നെയും വളർന്നതോടെ കിണറുകളിലെയും കുളങ്ങളിലെയും ജലലഭ്യത വർദ്ധിച്ചു. അതുവരെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതിരുന്ന പരിസര പ്രദേശങ്ങളിൽ നീരുറവകൾ പ്രത്യക്ഷപ്പെട്ടു. കരീമിൻ്റെ വനത്തിൽ ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ ഏറെയുണ്ട്. ഉരകങ്ങളും വേണ്ടത്രയുണ്ട്. കൂറ്റൻ മരങ്ങളാൽ സമ്പന്നമായ കരീമിൻ്റെ വനത്തിൽ ഇപ്പോൾ അപൂർവ ഇനം പക്ഷികളും ചിത്രശലഭങ്ങളും അവയുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. വനവൽക്കരണത്തിന് വർഷം തോറും വൻതുക ചെലവഴിച്ചിട്ടും ഒരു പച്ചത്തുരുത്ത് പോലും സർക്കാർ വിലാസത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന അന്വേഷണം ഇവിടെ പ്രസക്തമാണ്. പ്രകൃതിയെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൻ്റെ 10 മടങ്ങ് സ്നേഹം പ്രകൃതി തന്നെ തിരിച്ചു നൽകുമെന്ന് ഫോറസ്റ്റ് കരീം തിരിച്ചറിയിട്ടുണ്ട്. ഈ വിജനമായ ഹരിതാഭയുടെ തലോടലിലും തണലിലും കരീമും കുടുംബവും സന്തോഷത്തിലാണ്. ആ സന്തോഷം നാടിന് മാതൃകയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പ്രതീക്ഷ പുലർത്തുന്നു. മോട്ടോർ സൈക്കിൾ അവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം വെറും ഇവിടെയൊന്നുമില്ല. ആ മേലെ റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് ഇതെല്ലാം കാണാം. ഇപ്പം
ആ ബുള്ളറ്റ് വെക്കാൻ ഒരു തണൽ മരവും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സ്ഥലമാണ്. അങ്ങനെയാണ് ആ മഴക്കാലത്ത് കുറച്ച് മരം നട്ട് ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ, ഭീമനടി ഫോറസ്റ്റ്. 77 അതെല്ലാം ഉണങ്ങിപ്പോയി. ആ വേനൽക്കാലം വരുമ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയി. ഇങ്ങനെ നിൽക്കാനും കഴിയില്ല നമുക്ക്. ഈ ജനുവരി ഒന്നും ആയാൽ ഇവിടെ ഇപ്പം നിൽക്കുന്നില്ലേ? എന്തുകൊണ്ട്? മരമില്ലാത്തതുകൊണ്ടും വെള്ളമില്ല, ഒന്നുമില്ല. പിറ്റേത്തെ അപ്പോൾ ആ വേനൽക്കാലമാകുമ്പോൾ ഒരു മരുത് ഇതുപോലത്തെ ഒരു മരുത് ബാക്കിയായി. അത് മരുത് ബാക്കിയായി. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായി. പിറ്റേത്തെ കൊല്ലം ഞാൻ ആദ്യം 5 ഏക്കറിൽ മരവും നട്ട്, ഇടക്ക് കശുമാവെല്ലാം നട്ട്. വേനൽക്കാലമാകുമ്പോൾ കുറേശ്ശെ വെള്ളം, നമുക്ക് ഈ തോട്ടത്തിൽ ഒഴിക്കുന്ന മാതിരി വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിറ്റേത്തെ കൊല്ലം വീണ്ടും നട്ടു മഴക്കാലത്ത്. വേനൽക്കാലമാകുമ്പോൾ കുറേ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിലോ അടുന്നിടുന്നെല്ലാം കൊണ്ടുവന്ന് എനിക്ക് താഴെ ഒരു തോട്ടമുണ്ട്, ഒരു 5 ഏക്കർ. അവിടെ വെള്ളമുണ്ട്, ചാലെല്ലാം ഉണ്ട്. എന്നെല്ലാം കുറേശ്ശെ കൊണ്ടുവന്ന് എപ്പോഴെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ കവുങ്ങിന് ഒഴിക്കുന്ന മാതിരി എപ്പോഴും ഒഴിക്കൊന്നും വേണ്ട. അങ്ങനെ ഇത് വളരാൻ തുടങ്ങി. വളരാൻ തുടങ്ങുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ കുറച്ച് വെള്ളം കൂടി വന്നു. ഇതെടുക്കുമ്പോൾ ഇതിലൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല, അപ്പോൾ പൊട്ടക്കിണറായിരുന്നു. അങ്ങനെ വെള്ളം കൂടി വരുമ്പോൾ എനിക്കൊരു പ്രചോദനമായി. ഇതെന്താ മരം വളരുമ്പോൾ ഇതാണ് പഠിക്കുന്ന ലോകം മുഴുവൻ. ഹൗ ക്യാൻ വാട്ടർ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോറസ്റ്റ്? കാടുണ്ടായാലും എങ്ങനെ വെള്ളം ഉണ്ടാകും? വെള്ളം കൂടുമ്പോൾ ഒരു 5 കുടുംബത്തിനെ കൊണ്ടു താമസിപ്പിച്ചു. വെറുതെ വിളിച്ചു വന്നിട്ട് അവർക്ക് എൻ്റെ അല്ല സ്ഥലം, ഗവൺമെൻറ്റിൻ്റെ സ്ഥലം. പിന്നെ മരം ഇതെല്ലാം എടുത്ത് ഇതെല്ലാം കപ്പ വെച്ചായിരുന്നു. അന്നേരം ഈ കിണറ്റിൽ വെള്ളമില്ല. ഇന്നിപ്പോൾ 10 മണിക്കൂർ അടിച്ചാൽ ഈ വെള്ളം പറ്റില്ല. അപ്പോൾ അതൊരു ഷുവർ സയൻസാണ്. ഹൗ ക്യാൻ വാട്ടർ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോറസ്റ്റ്? കാടുണ്ടായാലും എങ്ങനെ വെള്ളം ഉണ്ടാവാം? ഇതന്നെ 26 ഏക്കറോളം ഇതന്നെ ഉണ്ട്. ഏക്കറിന് എന്നിട്ട് കാര്യമില്ല, കുറേ സ്ഥലം പുറത്തുണ്ട്. 34 ഏക്കറോളം 32 ഏക്കറോളം ഉണ്ടായിന്. കുറേ പാറയിൽ നിന്ന് ഇനി ആക്കാൻ കഴിയാന്ന് പറഞ്ഞിട്ട് കിട്ടിയ വിലക്ക് തന്നെ നമ്മൾ കൊടുത്തു പല ആവശ്യത്തിന്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പം തന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. 98 ആകുമ്പം തന്നെ ആർട്ടിക്കിളിനും ഇതിനെല്ലാം ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ലോകം മുഴുവനും അറിയുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ്. യാഹു 2003 തന്നെ എഴുതിന്, ഓൺലി വൺ ഇൻ ദ വേൾഡ് ഹൂ മേക്ക് എ ഫോറസ്റ്റ് ആൻഡ് ലിവ് ഇൻ ഇറ്റ് എന്ന്. സ്വന്തമായിട്ട് കാട് ഉണ്ടാക്കിയിട്ട് താമസിക്കുന്ന ഒരേ ഒരാൾ ലോകത്തിൽ. ആദിവാസികൾ താമസിക്കുന്നത് പണ്ടുണ്ടായ കാട്ടിൽ. ഞാൻ ശ്രീകുമാറാണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറാണ്. നമ്മൾ ഇന്ത്യ ഇൻസ്പയറിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന്? ഞാൻ ഒരു അവാർഡിന് ഇതുവരെ കൊടുത്തിട്ടില്ല, ഒന്നിനും ഇതുവരെ. ഇന്നത്തെ തീയതി വരെ ഒരു അവാർഡിന് ഒരു ചാനലുകാരനും വിളിച്ചിട്ടുമില്ല. നിങ്ങളെ വിളിച്ചിട്ട് അങ്ങ് വന്നിന്. സത്യമായി പറയുന്നു, ഒരു ചാനലിനെയും 100 ചാനലിലെടുത്തിട്ടുണ്ട് എൻ്റെ ലോകത്തിൻ്റെ മുഴുവനും, ദുബായിലെ ചാനലിലടക്കം. അതിനെ അതിൻ്റെ ഹെഡിങ്ങാന്ന് ഞാനിപ്പം പറഞ്ഞു. ഹൗ ആൻ എക്സെൻട്രിക് വില്ലേജർ വാസ് ഏബിൾ ടു ഇൻസ്പയർ ലാർജസ്റ്റ് ഓയിൽ കമ്പനി. മരം നടാതെടുത്തൊന്നുമില്ല. ഇങ്ങനെയൊന്നല്ല. ഇതിപ്പോൾ എല്ലാം ഇനി ഇല കൊഴിയും. ഇതിൻ്റെ ജെനറ്റ് അങ്ങനെയാണ്. വില കുറയുന്നത് തന്നെ കൂടുതൽ വെള്ളം ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല കൊഴിയും. അതിൻ്റെ ജെനറ്റിക്. പിന്നെ ഏപ്രിൽ മെയ് ആകുമ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിലും പുതിയ ഇല വരും. എല്ലാം അല്ല, കുറേ ഇല കൊഴിയുന്നതാണ് പകുതി. എവർഗ്രീനും ഉണ്ട് കുറേ മരങ്ങൾ. പിന്നെ ഇത് പഠിക്കാൻ പാഠപുസ്തകത്തിൽ വന്ന് ധാരാളം കുട്ടികൾ വരും. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ ആൾ വരും. ഇവിടെ എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉണ്ടോയെന്ന് ഒന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് ഇവിടെ പഠിക്കുന്നവർക്ക് പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാനെല്ലാം ഉണ്ട്. അമിതാഭ് ബച്ചൻ തന്നെ എനിക്ക് അവാർഡ് ആദ്യത്തെ അറിയാവുന്ന 98 സഹാറ ഇന്ത്യ പരിവാറിൻ്റെ ബോംബെയിൽ മരം നടുന്നൊരു പരിപാടി. അന്ന് എൽ.കെ. അഡ്വാനി, പിന്നെ അമിതാഭ് ബച്ചൻ, ദിലീപ് കുമാർ, രാജബബ്ബാർ, കപിൽ. സഹാറൊക്കെ ഒരു വലിയ ഏരിയ ഉണ്ട് അവിടെ, ലോനാവാല. ആ വലിയ പരിപാടിയായിരുന്നു. 5 കോടി റുപ്യൻ്റെ പരിപാടിയായിരുന്നു. വലിയ ഒരു സിറ്റി. അതിൻ്റെ തന്നെ ഇതെല്ലാം ഉണ്ട്, എയർപോർട്ടുണ്ട്. അന്ന് അംബാനിയിലും വന്നു, മുകേഷ് അംബാനി. ഞാൻ ബോംബെയിൽ പഠിക്കുമ്പോൾ അംബാനിൻ്റെ അച്ഛനെല്ലാം അറിയാം. ഞാൻ പണിക്ക് പോയിന് ലോവർ പരേഡിൽ അവരെ മില്ലിൽ. അന്ന് ജോലി കിട്ടൂല. പിന്നെയാണ് ഞാൻ അപ്രൻറ്റീഷിപ്പ് ഇട്ടിട്ട് ഡോക്യാർഡിൽ കിട്ടിയത് എനിക്ക് പണി. നല്ല ബംഗാളികളെല്ലാം വന്നിട്ട് ഇവിടെ പണിയെടുക്കുന്നത് എന്തുകൊണ്ട്?
മലയാളി പണിയെടുക്കാത്തതുകൊണ്ടല്ലേ. ഇവിടെ എല്ലാവരും വരലുണ്ട്. RSSൻ്റെ വലിയ നേതാക്കന്മാരിലൂടെ വരലുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വിനയ് വിശ്വ അടക്കം വന്നിട്ടുണ്ട്. ഇവിടെ ഭീകരനാരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും വരും. അവർക്ക് അതിന് വേണ്ടുന്നതെന്ന് കണ്ട് പറഞ്ഞു പിടിച്ചിട്ട് പോവും. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് മറ്റുള്ള ജീവികളെ സ്നേഹിക്കാൻ പഠിച്ചാൽ ഒരാളെയും വെറുക്കാൻ തോന്നൂല, ഒരാളെ അന്യൻ്റെ ഒന്നും എടുക്കാൻ തോന്നൂല. മനുഷ്യന് പ്രശ്നം വരുന്നവിടെ മറ്റുള്ളവൻ അവകാശപ്പെട്ടത് സ്വന്തമാക്കാൻ നോക്കുമ്പോൾ അല്ലേ നിങ്ങളെ പണം പിടിച്ചെടുക്കാൻ, നിങ്ങളെ കൊന്നിട്ട് പൈസ എടുക്കാൻ. ഇവിടെ മനസ്സമാധാനത്തിന് ഒരുപാട് തെമ്മാടികൾ വരാറുണ്ട്, കൊലയാളികൾ. അപ്പുറം ഇപ്പുറം രാഷ്ട്രീയ കൊല നടത്തിയ ആൾ ഇവിടെ വന്നിട്ട് കുറേ നിന്നിട്ട് പോയിട്ട് വയ്യാന്ന് അവർ പോയിട്ടാകുമ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് എടുക്കുമ്പോൾ നാദാപുരാന്ന്, കല്ലാച്ചിയാന്ന്, മറ്റാന്ന് പറഞ്ഞു 2 ഭാഗം ഉണ്ടായിട്ടുണ്ട്. ഒരു കാട്ടിൽ ഈ ഭാഗത്തുണ്ടായിന്, ഈ ഭാഗത്തുണ്ടായിന്. പണ്ട് മഹർഷിമാർ പിന്നെ തപസ് ചെയ്യുന്നവിടെ വലിയ 5 സ്റ്റാർ ബിൽഡിങ്ങിലാണ്. അല്ലല്ല, കാട്ടിലല്ലേ മനസ്സമാധാനം കിട്ടൽ, കാട്ടിലല്ല. ഇപ്പോൾ എനിക്ക് മനസ്സമാധാനം കാട്ടിൽ. ഇവിടുത്തെ സുഖം എനിക്ക് ലോകത്തിൽ. ഇവിടെ AC ഇല്ല, ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജോ AC ഇതുവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസംഗിച്ചാൽ പോരല്ലോ. ആദ്യം നമ്മളൊരു ജീവിതത്തിൽ കൊണ്ടുവരണം, എന്നിട്ട് മറ്റുള്ളവരോട് എന്ത് പറയണം. ലാസ്റ്റ് തന്നെ മോഹൻലാലാണ്. ഈ ഭൂമിയിൽ താമസിക്കുന്ന ഒരു സാധാരണ കോടാനകോടി ജീവികളിലെ ഒരു ജീവിയാണ് മനുഷ്യൻ. അവന് കുറച്ച് വിവേകബുദ്ധി ഉണ്ടെന്നേ ഉള്ളൂ, മറ്റത്ര പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പവും പറയുന്നുമില്ല, അവകാശപ്പെടുന്നുമില്ല. എനിക്ക് അന്ന് തോന്നിയ ഒരു ഇതുകൊണ്ട് ലോകത്തിന് നല്ലതായിട്ട് തോന്നുന്നു, അത്ര തന്നെ. നിങ്ങൾക്കും തോന്നുന്നു, എനിക്കും തോന്നുന്നു. നല്ല കാലാവസ്ഥ തോന്നുന്നു. കണ്ടമാനം ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം 20 കൊല്ലമായി കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ട് ഇവിടുത്തെ വെള്ളം. നമ്മൾ അക്വാഫിനൻ്റെ വെള്ളം എടുത്താൽ യൂസ് വിത്തിൻ 6 months എന്ന് എഴുതിയിട്ടുണ്ട്. 22 കൊല്ലം മുമ്പേ ആക്കി വെച്ച വെള്ളം ഇപ്പോൾ ഉണ്ട് അങ്ങനെ കിടക്കുന്നു. ഈ വെള്ളമാണ് എല്ലാവരും വെറുതെ ആയിട്ട് കുടിക്കുന്നു, കൊണ്ടുവന്ന് വെറുതെ കൊടുക്കുന്നു, പക്ഷികൾക്ക് കൊടുക്കുന്നു. പുഴകൾ, മലകൾ, പക്ഷികൾ, മയിലുകൾ, മാനുകൾ, ഇതൊന്നും ഒരു ബാധകമില്ലാത്ത ഒരൊറ്റ പാട്ട് അന്നും ഉണ്ടാവില്ല, ഇന്നത്തെ ലേറ്റസ്റ്റും ഉണ്ടാവില്ല. പഴയ പാട്ടിൽ എല്ലാ പാട്ടും നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു ഇത്ര ഐറ്റം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കേട്ടിട്ട് എന്തെങ്കിലും കാടകടയും വളർന്ന അല്ല പരിസ്ഥിതി നാശത്തിലേക്കല്ലേ ഇതിപ്പം വരുന്നത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.